ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്ര നടക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ഘോഷയാത്ര സ്പീക്കർ എൻ ഷംസീറാണ് ഉദ്ഘാടനം ചെയ്യുക. കീർത്തി മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കീർത്തി, അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. പതാക ഏറ്റുവാങ്ങലടക്കം ഇന്ന് പതാക ഉയർത്തൽ നടക്കും. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ, ദിവസങ്ങൾ പൂർണ്ണമായും ഒരു ആഘോഷ ലഹരിയിലേക്ക് മാറും. അതെ വിനീഷ, മലയാളികൾ എന്തായാലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള 10 നാളുകൾ അത് ആഘോഷത്തിൻ്റെ നാളുകളാണ്. കേരളത്തെ സംബന്ധിച്ച വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്നത്. അതിന് തുടക്കം കുറിക്കാനായി രാജനഗരി എന്നറിയപ്പെടുന്ന ഈ തൃപ്പൂണിത്തുറയിൽ തന്നെ അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. സ്പീക്കർ എൻ ഷംസീർ ആയിരിക്കും ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുക. അത്തപതാക നേരത്തെ വിനീഷ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്നും ഈ അത്തപതാക വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇങ്ങോട്ടേക്ക് ഈ അത്തം നഗറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ അത്തം നഗറിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. ഈ അത്തപതാക വൈകുന്നേരം അതിൻ്റെ ഒരു ചടങ്ങാണ്. ഈ അത്തപതാക കൊണ്ടുവന്ന് ഇവിടെ വെക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ചടങ്ങാണ്. അങ്ങനെ ഇന്നലെ തന്നെ ഇത് ഇവിടേക്ക് കൊണ്ടുവന്നെത്തിച്ചു. ഇതിന്റെ പതാക ഉയർത്തുന്നത് മന്ത്രി പി രാജീവ് ആയിരിക്കും. അതിനുശേഷം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഹൈബീഡൻ MP ആണ്. മറ്റ് അതിഥിമാരൊക്കെ ഉണ്ടാകും. തൃപ്പൂണിത്തുറ MLA കെ ബാബു തുടങ്ങിയ മറ്റ് അതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങനെ ഇവിടെ എല്ലാം സജ്ജമായി കഴിഞ്ഞു. നമുക്കിനി ആ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വോളണ്ടിയർമാരെയൊക്കെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. തിരക്ക് നമുക്കറിയാം. ഈ അത്തച്ചമയ ഘോഷയാത്ര അത് എത്രത്തോളം തിരക്കുണ്ടാകും. നിരവധി ആളുകളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി, ഘോഷയാത്ര കാണാനായി, ഈ വർണ്ണാഭമായ കാഴ്ച കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കാനായി ടീം കേരള എന്ന അവരുടെ വോളണ്ടിയേഴ്സിനെ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ദൃശ്യങ്ങളിൽ ആനയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഘോഷയാത്രയിൽ ആനയൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ഘോഷയാത്ര കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം ആനയൊക്കെ ഉണ്ടാകും. അങ്ങനെ നിരവധി കലാകാരന്മാർ, 1000ഓളം കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. കൂടാതെ 15ഓളം നിശ്ചല ദൃശ്യങ്ങളുണ്ടാകും. പുലിക്കളി, കാവടി, വാദ്യമേളങ്ങൾ, നിരവധി കലാരൂപങ്ങൾ. ഈ കേരളത്തിന് തനതായ നിരവധി കലാരൂപങ്ങൾ ഉണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിരവധി വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാവടി, ഒരു ഭാഗത്തെ കാവടിയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. കാവടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ അത് തീർത്തും വർണ്ണാഭമായ ഒരു കാഴ്ചയായിരിക്കും. മലയാളികളെ സംബന്ധിച്ച് ഓണാഘോഷം എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഉത്സവമാണ്. അതിനെ മാറ്റുരയ്ക്കുന്നത് തന്നെ ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വയനാട് ദുരന്തം നമ്മൾ എത്രത്തോളം മനസ്സിനെ മുറിവേൽപ്പിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആചാരങ്ങളുടെ ഭാഗമായി ഇത് ഒരു തരത്തിലും മുടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഈ അത്തച്ചമയ ഘോഷയാത്ര നടത്തുന്നത്. അപ്പോഴും ഇവിടുത്തെ ഭാരവാഹികൾ പറയുകയുണ്ടായി, ഈ ഘോഷയാത്രയുടെ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് സന്നാഹത്തെയൊക്കെ തന്നെ ഇവിടെ തിരക്ക് നിയന്ത്രിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാനായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി ഗെയിമുകൾ ഇനിയിപ്പോൾ ഉള്ള 10 നാളുകൾ ഈ അത്തം നഗറിൽ ആകെ തന്നെ ഒരു ആഘോഷ നാളുകളാണ്. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ഒരു വെക്കേഷനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികൾക്ക് വേണ്ട ഗെയിമും കാര്യങ്ങൾക്കായി മരണക്കിണർ, സ്കൈ വീൽ തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തന്നെ ഗുണ കേവ്, നമുക്കറിയാം ഏറെ ഹിറ്റായൊരു സിനിമയാണ് ഗുണ കേവിൻ്റെ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ആ സിനിമ കുട്ടികളടക്കം വലിയ തോതിൽ തന്നെ ആകർഷിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുണ കേവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിരവധി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ വന്ന് കാണാനും ഈ ഓണാഘോഷത്തിന് ഈ ഒരു 10 നാളുകൾ അവർക്ക് ആസ്വദിക്കാനായി വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഈ അത്തനഗറിൽ സജ്ജമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര ആരംഭിക്കും. അതിന് മുന്നോടിയായുള്ള ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. വിനീഷ.